എറണാകുളം വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച മീൻ വിൽപ്പന സ്റ്റാളുകൾ പൊളിച്ചുമാറ്റി. മുന്നറിയിപ്പില്ലാതെയാണ് ഈ സ്റ്റാളുകൾ പൊളിച്ചുമാറ്റിയതെന്ന് ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു എന്നാണ് അധികൃതർ വിശദീകരിക്കുന്നത്. മുന്നറിയിപ്പില്ലാണ് തന്നെയാണ് പൊളിച്ചത്. അല്ലെങ്കിൽ ഞങ്ങൾ അതിനുള്ള പൊളിക്കലേക്കുമ്പോൾ അവർ കുറച്ച് മീനെടുക്കാം. അപ്പോൾ അതിനുള്ള മാർഗ്ഗങ്ങൾ ഞങ്ങൾ കണ്ടെത്തും. പൊളിപ്പിക്കില്ലായിരുന്നു ഇവിടെ. ഞങ്ങൾ വട്ടം കിടക്കുമായിരുന്നു ഇവിടെ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് 3 ഷെഡ് പൊളിച്ചു കഴിഞ്ഞു. രാവിലെ 8 മണിയോടെയാണ് വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ താൽക്കാലിക സ്റ്റാളുകൾ പൊളിക്കാൻ ആരംഭിച്ചത്. വൈപ്പിൻ കാളമുക്ക് ഹാർബർ വികസനത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കുന്നതിനായിരുന്നു സ്റ്റാളുകൾ പൊളിച്ചത്. ജിഡ്ഡ ഭൂമിയിൽ വർഷങ്ങളായി ചെറുകിട മത്സ്യക്കച്ചവടം നടത്തുന്നവരുടെ സ്റ്റാളുകൾ പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. മുന്നറിയിപ്പില്ലാതെയാണ് സ്റ്റാളുകൾ പൊളിച്ചതെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇതെപ്പോഴാ ഇപ്പൊ കാറ്റിന് ഒരു കാറ്റ് വന്നാൽ മറിഞ്ഞു വീഴും. പിന്നെ വെയിൽ കൊണ്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നത്. പിന്നെ ഇതെവിടെ മാറ്റി കൊടുക്കാനാണ്? പൊന്നു മോനെ, ഇതൊക്കെ മേടിച്ചതുണ്ടല്ലോ, കാശ് കൊടുക്കണം വൈകുന്നേരം ആകുമ്പോൾ. ആകെ കുറച്ച് മീനാണ് ഞങ്ങളെ കൂടെ കൊക്കിൽ ഒതുങ്ങാനുള്ളതാണ് ഞങ്ങൾ ചെയ്യണത്. അല്ലാണ്ട് അധികം മീനൊക്കെ എടുത്തൊന്നും കച്ചവടമൊന്നും ചെയ്യുന്നില്ല. സ്റ്റാളുകൾ നീക്കം ചെയ്യാൻ ഒരാഴ്ച മുൻപ് നോട്ടീസ് നൽകിയിരുന്നുവെന്നാണ് ഹാർബർ അധികൃതരുടെ വിശദീകരണം. എഞ്ചിനീയറിംഗ് വകുപ്പ് ആദ്യം മുൻപ് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിലവിൽ അവർ പൊളിച്ച് മാറ്റി തരാത്തതിനെ തുടർന്നാണ് സെക്രട്ടറിക്ക് നമ്മൾ ഒരു റിക്വസ്റ്റ് കൊടുത്തത്. ഇത് പൊളിച്ച് മാറ്റി നമ്മൾക്ക് അപ്രോച്ച് റോഡ് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. ഒരു 2.5 മാസം മുൻപ് പഞ്ചായത്ത് ഈ 5 കടകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരൊഴിയാഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ എവിക്ഷനിലേക്കുള്ള നടപടി സ്വീകരിക്കേണ്ടി വന്നത്. പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യും. പിന്നെ ഹാർബർ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പ്രയോറിറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ വേണ്ട നടപടികൾ ചെയ്യും. ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 19 സെന്റ് സ്ഥലത്തെ സ്റ്റാളുകളാണ് ഹാർബർ നിർമ്മാണത്തിനായി പൊളിക്കേണ്ടത്. ഈ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് സ്റ്റാളുകളും വരും ദിവസങ്ങളിൽ പൊളിക്കും. ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി, എളങ്കുന്നപ്പുഴ പഞ്ചായത്ത്, ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗം എന്നിവയുടെ നേതൃത്വത്തിലാണ് നടപടികൾ. മുന്നറിയിപ്പില്ലാതെ അധികൃതരെടുത്ത നടപടിക്കെതിരെയുള്ള പ്രതിഷേധമാണ് വൈപ്പിൻ ഗോശ്രീ ജംഗ്ഷനിൽ മത്സ്യക്കച്ചവടക്കാർ നടത്തിയത്. ഉപജീവനമാർഗം തകർത്തുകൊണ്ടുള്ള ഒരു നടപടിക്കും അവർ വഴങ്ങില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും നിലപാട്. ക്യാമറാമാൻ AS അഭിജിത്തിനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ജിഡ അല്ലെങ്കിൽ ഗോശ്രീ ഐലൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി അവരുടെ ഭൂമിയിലാണ് ഈ രീതിയിൽ അനധികൃതമായൊരു മത്സ്യവില്പന സ്റ്റാൾ ഉണ്ടായത്, അല്ലെങ്കിൽ അത്തരം സ്റ്റാളുകളുള്ളത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ പൊളിച്ചു നീക്കിയത്. അത് നേരത്തെ അറിയിച്ചിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അധികൃതർ വിശദീകരിക്കുന്നത്. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് മറുഭാഗവും പറയുന്നു. ഇനിയിപ്പോൾ എങ്ങനെയായാലും അവർക്ക് അവിടുന്ന് മാറി മറ്റൊരിടത്തേക്ക് വിൽപ്പന നടത്താനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ്. ഒരു ഉപജീവന മാർഗ്ഗമാണ് ഇല്ലാതായി പോകുന്നത്. അനധികൃതമായാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്കവിടെ വിൽപ്പന നടത്താൻ സാധിക്കില്ല. പക്ഷേ അവർക്കിനി എവിടെയാണ് അത് നടത്താൻ കഴിയുക എന്ന കാര്യം അത് ചൂണ്ടിക്കാട്ടേണ്ടത് അധികൃതരാണ്. അല്ലെങ്കിൽ അവരുടെ ഉപജീവന മാർഗം മുടങ്ങും, അവരുടെ ജീവിതം വഴിമുട്ടിപ്പോകും. എന്തായാലും എന്താണ് കൂടുതലായി ഈ ഭാഗത്തുള്ളവർക്ക്, ഈ മേഖലയിൽ ആൾക്കാർ പ്രതികരിക്കുന്നത് നോക്കാം. അതിലേക്കാണ് ഇനി. മാറില്ല, ചത്താലും മാറില്ല. ഇവിടെ ഞങ്ങൾ ചാകാറായി. ഇനി എത്ര ഉള്ള കാലം ജീവിക്കും. ഞങ്ങൾ മാറില്ല. ഈ പാലം വന്ന് അന്നേരം കച്ചവടം ചെയ്യുന്നത് 10-25 കൊല്ലമായി പാലം വന്നിട്ട്. ഇപ്പം എത്ര കൊല്ലമായി പാലം വന്നിട്ട്? 15 കൊല്ലമായി. അത്രേ ഉള്ളു, മാറില്ല. ഇത് 3-4 ഹാർബർ ഈ മേഖലയിലുണ്ട്. ഇവിടെ ഈ പരിസരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ നമ്മൾ 10-15 കൊല്ലം ഈ കച്ചവടം ചെയ്ത് ജീവിക്കണം. ഇപ്പം പെട്ടെന്ന് വന്നിട്ട് മാറണമെന്ന് എല്ലാ സ്ഥലത്തും വഴിയൊരു കച്ചവടമുണ്ട്. കേരളത്തിൽ മൊത്തം സ്ഥലത്ത് വഴിയൊരു കച്ചവടം. അതുപോലെ യൂണിയൻ കച്ചവടമുള്ള ആൾക്കാരാണ് ഞങ്ങൾ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മാറണമെന്ന് ശരിയാവില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി എന്നുള്ള യാദൃശ്യം. കാരണം അവർ വർഷങ്ങളായിട്ട് കച്ചവടം ചെയ്തിരുന്നവരാണ്. അവരെയും സർക്കാർ എന്തെങ്കിലും പദ്ധതി പ്രദർശിപ്പിക്കണം. പക്ഷേ ഞങ്ങൾക്ക് ഹാർബറിലേക്ക് ആലപ്പുഴ, എറണാകുളം ജില്ലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ ഒരു 50,000-ഓളം തൊഴിലാളികളാണ് ഇവിടെ ദിവസേന വരുന്നത്. ഇപ്പോൾ നമ്മുടെ കച്ചവടം ഇങ്ങോട്ട് മാറ്റണമെങ്കിലും ഇപ്പോൾ കേന്ദ്ര സർക്കാരുകളുടെ ഒരുപാട് പദ്ധതികൾ വരുന്നെങ്കിലും ഇവിടെ വഴിയില്ലാത്ത കാരണം നമ്മൾക്ക് പദ്ധതികളെല്ലാം ക്യാൻസൽ ആയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അതാണ് കൃത്യമായ അവരുടെ നിലപാട് പറയുന്നു. അവിടെ നിന്ന് ഒരു കാരണവശാലും പോകില്ല. ഇത്രയും വർഷമായി 10-15 വർഷമായി ഇതേ സ്ഥലത്ത് മത്സ്യം വിൽക്കുന്ന ആൾക്കാരാണ്, ഞങ്ങൾ മീൻ വിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ പോകാൻ പറഞ്ഞാൽ എങ്ങോട്ട് പോകുമെന്ന് ചോദ്യം ചോദിക്കുന്നു. അത് അനധികൃതമായ ഒരു സ്ഥലത്താണ്, അങ്ങനെയെങ്കിൽ അത് മാറ്റാനുള്ള അധികാരവും ഒക്കെ അധികൃതർക്കുണ്ട്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് ഒരു പുതിയ സ്ഥലം അവർക്ക് കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതും അത് സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യത്വമുള്ള പരിപാടിയാണ്. അത് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന ആവശ്യവും ഉയർന്നു വരുന്നുണ്ട്.